ക്രോഷേ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു കംപ്ലീറ്റ് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗൈഡൻസ് വീഡിയോ ആയിട്ടൊന്ന് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ക്രോഷിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഒപ്പം അതിൻ്റെ സ്റ്റിച്ചസും കൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ഫസ്റ്റ്ലി തന്നെ ഏതൊരു ബിഗിനറും വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സംഭവത്തിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മുടെ മാജിക് റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാജിക് റിംഗ് ആസ് എ ബിഗിനർ എനിക്ക് പോലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമ്മളിത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈസിലി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ഒരുമിച്ച് വെക്കുക. നമ്മളിത് ഈ ആണ് കാണുന്ന പോലെ ചുറ്റിയെടുക്കുക. താഴ്ഭാഗത്ത് നമ്മൾ ക്രോസ് ആയിട്ട്, മുകൾ ഭാഗത്ത് പാരലലുമായിട്ടാണ് കേട്ടോ നമ്മൾ ചുറ്റിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഹുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് മറ്റേ സ്റ്റിച്ച് നമ്മളിങ്ങനെ പുറത്തേക്ക് എടുക്കുന്നു. ആൻഡ് മെല്ലെ രണ്ട് ഫിംഗറും അതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ട് നമ്മുടെ ആ ഒരു രണ്ട് യാണും കൂടെ വരുന്ന ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മുടെ റിംഗ് ഫിംഗറും തമ്പും യൂസ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കുക. ആൻഡ് ബാക്കി വരുന്ന ആ യാണിനെ നമ്മുടെ മിഡിൽ ഫിംഗറിൻ്റെയും ഇൻഡെക്സ് ഫിംഗറിൻ്റെയും ഇടയിലായിട്ട് പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യാം. നമ്മുടെ ഈ ഒരു ഹോൾഡിങ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് പല സ്റ്റിച്ചസും നമുക്ക് തെറ്റിപ്പോകുന്നതും കറക്റ്റ് അല്ലാണ്ട് വരുന്നതും. അതിൻ്റെ ഇടയിലുള്ള ടെൻഷൻ വരെ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റാത്തതും അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഈ ഹോൾഡിങ് നിങ്ങൾ ആദ്യം കറക്റ്റ് ആക്കുക, അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മാജിക് റിംഗിൽ സ്റ്റിച്ചസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ്ലി ഞാൻ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ SC ആണ്, അതായത് നമ്മുടെ സിംഗിൾ ക്രോഷേ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്രോഷേ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഓരോ ക്രോഷേ വീഡിയോസ് കാണുമ്പോഴും അതിൽ അവർ SC, HDC, അതേപോലെ DC എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അതിൻ്റെ നെയിംസ് ആയിരിക്കും അവർ മെൻഷൻ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി മുഴുവൻ കൊടുക്കുന്നുണ്ടാവില്ല, ജസ്റ്റ് ഇതിൻ്റെ ഷോർട്ട് ഫോംസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ഞാനൊരു വീഡിയോയിൽ തന്നെ അതെന്താണെന്നുള്ളത് ഞാനിങ്ങനെ സൈഡിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാ ഞാനിവിടെ SC ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ മാജിക് റിങ്ങിൻ്റെ അകത്തേക്ക് ആദ്യം ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നു, എന്നിട്ട് യാൺ ഓവർ ചെയ്തൊന്ന് എടുക്കുന്നു, വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ആ ഹുക്കിൽ വരുന്ന രണ്ട് ലൂപ്പിൻ്റെ അകത്ത് കൂടിയും പുറത്തേക്ക് എടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു സിംഗിൾ ക്രോഷേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ മറ്റുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ അവർ ചെയ്യുന്ന സ്റ്റിച്ചസ് കണ്ടാൽ അത് സിംഗിൾ ക്രോഷേ ആണല്ലേ, ഇത് HDC ആണല്ലേ, ഇത് DC ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും കൂടെ പറ്റണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് അതിൽ കുറേയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനും നിങ്ങൾ സ്റ്റിച്ചസ് ഐഡൻറ്റിഫൈ ചെയ്യാനും പഠിക്കും കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ അതാ ഞാൻ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ മാജിക് റിങ്ങിനെ ക്ലോസ് ചെയ്യാണ് കേട്ടോ. അത് നമ്മുടെ ആ യാണിൻ്റെ ടെയിലെൻഡിൽ വെച്ചിട്ട് നമ്മളത് വലിച്ചു കഴിഞ്ഞാൽ ഈ മാജിക് റിങ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിക്കോളും. പിന്നെ അതിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഫസ്റ്റ് SC ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു മാജിക് റിങ്ങിലായിട്ട് ചെയ്ത് നമ്മുടെ ഫസ്റ്റത്തെ സിംഗിൾ ക്രോഷേയിൽ ഞാൻ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്തിങ്ങനെ ഉള്ളിൽ കൂടി എടുത്തിട്ട് വീണ്ടും നമ്മുടെ അടുത്ത ഹോളുണ്ടല്ല അതിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ ജസ്റ്റ് എടുക്കുക. കാരണം ഇതിനാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മാജിക് റിങ് പഠിച്ചു, സ്ലിപ്പ് സ്റ്റിച്ച് പഠിച്ചു, സിംഗിൾ ക്രോഷേയും പഠിച്ചു. കണ്ടോ, സിമ്പിളാണ്. ഈ ക്രോഷേ എന്ന് പറയുമ്പോൾ ബിഗിനിങ്ങിൽ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിലും വൺസ് നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ ഇതിനൊന്ന് എയിമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വളരെ എൻ്റർടൈനിങ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ പോകുന്നൊരു സംഭവമാണ് കേട്ടോ. ഭയങ്കര അഡിക്റ്റീവായിട്ട് ഫീൽ ചെയ്യും നമുക്കിതിങ്ങനെ ചെയ്തിട്ട് ഓരോ പ്രോജക്റ്റും ഇത് ഞാൻ ചെയ്ത് നോക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളിതിന് ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകും. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ സിംഗിൾ ക്രോഷേ ചെയ്തല്ലോ, ഇനി ഇതിൻ്റെ നെക്സ്റ്റ് റൗണ്ട് ഞാൻ ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിൽ ഞാൻ ഇൻക്രീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻക്രീസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് ഞാനിവിടെ നമ്മുടെ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ റൗണ്ടിലുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ സ്റ്റിച്ച് മാർക്കേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യാൻ പഠിക്കാം. അതായത് നമ്മൾ ഒരു റൗണ്ട് ഇപ്പോൾ ഫസ്റ്റിൽ നമ്മൾ 6 SC ചെയ്തിട്ട് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മളിതാ ഈ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് അടയാളപ്പെടുത്തി. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ റൗണ്ട് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ റൗണ്ടൊക്കെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതും ആ സ്റ്റിച്ചസ് മിസ് ചെയ്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബിഗിനിങ്ങും എൻഡിങ്ങും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇൻക്രീസ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് സ്ക്രീനിൽ ടോപ്പ് റൈറ്റിലായിട്ട് കാണുന്ന ഒരു സിമ്പിൾ ഉണ്ടല്ലോ, അതാണ് നമ്മളുടെ ഇൻക്രീസിന് വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പാറ്റേൺ ഒക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിൻട്രസ്റ്റിലൊക്കെ ഏതെങ്കിലും പാറ്റേൺ ഇങ്ങനെ എഴുതി വെച്ച രീതിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻക്രീസ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഇൻക്രീസ് എങ്ങനെയാണ് ചെയ്യണം നോക്കാം. ഇപ്പം നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ ടോട്ടൽ 6 SC ചെയ്തിട്ടുണ്ടായിരുന്നു, 6 മാജിക് റിങ്ങിലായിട്ട്. ആ ഓരോ SCയിലും 2 എണ്ണം, അതായത് നമ്മൾ ഒരു സ്റ്റിച്ചിന് പകരം 2 സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്, 2 SC ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ ഇൻക്രീസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒന്നിൽ 2 എണ്ണം നമ്മൾ ചെയ്ത് വെക്കുക, ഒരേ ഹോളിൽ തന്നെ 2 SC ചെയ്യുക, അതിനെയാണ് നമ്മൾ ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ അങ്ങനെയാണ് ചെയ്തത്. അത് ഒരു ഹോളിൽ തന്നെ 2 തവണ ആയിട്ട് ഞാൻ SC ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആ റൗണ്ട് വലുതായി വരുന്നത് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിങ്ങിൽ ടോട്ടൽ 12 സ്റ്റിച്ചസ് നമുക്ക് കിട്ടും. അതായത് നമ്മൾ 6 എണ്ണത്തിൽ ഓരോന്നിലും 2 എണ്ണം വെച്ച് ചെയ്തതിനെ കൊണ്ട് 12 സ്റ്റിച്ചസ് നമുക്ക് കിട്ടും. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആ റൗണ്ട് വലുതാക്കി കൊണ്ടുവരുന്നത്. പക്ഷേ എല്ലാത്തിലും നമ്മൾ ഇൻക്രീസ് അല്ല ചെയ്യുന്നത്, ചിലതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഓരോ പാറ്റേണിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്ന പാറ്റേൺ അനുസരിച്ചിട്ട് നിങ്ങളത് ചേഞ്ച് ചെയ്ത് വരുത്തി കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ ചാനലിൽ തന്നെ ഓൾറെഡി ഞാൻ ട്യുലിപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയിലൊക്കെ ഇതിൻ്റെ പാറ്റേൺ, ഇതുപോലത്തെ പാറ്റേണൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. നിങ്ങൾ ഈ സ്റ്റിച്ചസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്യുലിപ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാനാണ് കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാണ്. കാരണം ഇനി അടുത്തത് നമ്മൾ വേറെ സ്റ്റിച്ച് പഠിക്കാൻ പോവാണ്. സെയിം നമ്മുടെ മാജിക് റിങ്ങിൽ തന്നെ ആദ്യം നമ്മൾ മാജിക് റിങ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ മാജിക് റിങ്ങിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ DC ആണ് കേട്ടോ. DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ക്രോഷ്യ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ SC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ക്രോഷ്യയാണ്, DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ക്രോഷ്യയാണ്. അപ്പോൾ ഈ ഡബിൾ ക്രോഷ്യ അതേപോലെ ഈ സിംഗിൾ ക്രോഷ്യ ഇതിൻ്റെയൊക്കെ ഈ ഒരു നെയിംസ് നിങ്ങളൊന്ന് എന്തെങ്കിലും ഒരു ഇതിൽ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡൗട്ട് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പറ്റും കേട്ടോ. അപ്പം ഈ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SC ചെയ്യുന്നതും DC ചെയ്യുന്നതൊക്കെ വേറെ വേറെ വ്യത്യാസമുണ്ട്. അതിലൊന്ന് നമ്മൾ അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പ്രോഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ലുക്ക് അങ്ങോട്ട് ചേഞ്ച് ആയി പോകും. അതുകൊണ്ട് നിങ്ങളത് നോട്ട് ചെയ്തേക്കുക. ബിഗിനിങ്ങിലേ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും DC എന്താ സിംഗിൾ ക്രോഷ്യ എന്താണെന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം നോക്കാം. ആദ്യം നമ്മൾ യാൺ ഓവർ ചെയ്യാം. നമ്മൾ ഹുക്കിൻ്റെ മുകളിൽ യാൺ ഓവർ ചെയ്യുക. ഒരു റിങ്ങിൻ്റെ അകത്തേക്ക് നമ്മൾ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും നമ്മളിതാ ഒരു യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ഹോളിനകത്ത് കൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. ആൻഡ് വീണ്ടും യാൺ ഓവർ ചെയ്യുക. ബാക്കിയുള്ള 2 കൂടെ പുറത്തേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ യാൺ ഓവർ ചെയ്യുക, റിങ്ങിൽ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക, വീണ്ടും ഹുക്കിൻ്റെ നമ്മൾ യാണിനെ പുൾ ത്രൂ ചെയ്യുക. ആൻഡ് വീണ്ടും യാൺ ഓവർ ചെയ്യുക. ആദ്യത്തെ 2 ഹോളിനകത്ത് കൂടെ പുറത്തേക്ക് എടുക്കുക. എഗെയിൻ യാൺ ഓവർ ചെയ്യുക. ബാക്കിയുള്ള 2 ഹോളിനകത്ത് കൂടെയും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇതാണ് ഒരു ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ SCയിലും ഇത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു 6 ഡബിൾ ക്രോഷ്യ ഞാനിപ്പോൾ ഈ ഒരു റിങ്ങിലായിട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. കാരണം ഇത് നമുക്ക് യൂഷ്വലി SC ആണ് നമ്മൾ മാജിക് റിങ്ങിൽ ചെയ്യുക. ചില കേസിൽ നമ്മൾ ഇതുപോലെ ഡബിൾ ക്രോഷ്യ ചെയ്യാറുണ്ട്, എസ്പെഷ്യലി ഫ്ലവേഴ്സൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് കറക്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതൊന്നും ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റിച്ചസേ അല്ല കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. നമ്മുടെ ആ ഒരു റിങ്ങിനെ നമ്മൾ ക്ലോസ് ചെയ്യാണ്. ആൻഡ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെയും നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത ഫസ്റ്റത്തെ DCയിലായിട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നു, യാൺ ഓവർ ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ഫസ്റ്റത്തെ ലൂപ്പിനെ നമ്മൾ 2ാമത്തെ ലൂപ്പിൻ്റെ അകത്ത് കൂടെ പുറത്തേക്ക് എടുക്കുന്നു. സിമ്പിളാണ്, സ്ലിപ്പ് സ്റ്റിച്ച് എന്നാണ് കേട്ടോ അതിന് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്രോഷ്യ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളിതൊരു സ്പീഡിൽ ചെയ്യുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ ബിഗിനിങ്ങിലൊക്കെ വളരെയധികം സാവധാനത്തോടു കൂടി ചെയ്യുക, ടൈം എടുത്തിട്ട് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് മണിക്കൂറുകളോളം എടുക്കും ഒരു പാറ്റേണൊക്കെ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട്, ഒരു പ്രോജക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിലൊന്നും ടെൻഷൻ ആവേണ്ട. ആ സ്പീഡ് എന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് തനിയേ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ വളരെയധികം ടൈം എടുത്തിട്ട് കറക്റ്റ് ആണോ നോക്കിയിട്ടൊക്കെ ചെയ്യുക. എന്നിട്ട് ആ ഒരു പെർഫെക്ഷനിലേക്ക് വരുള്ളൂ. ഇപ്പോഴും എൻ്റെത് ഞാൻ പെർഫെക്റ്റ് ആയി ഞാൻ പറയാറില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. ചില സാധനങ്ങളൊക്കെ ഞാൻ നല്ല സ്പീഡിൽ ചെയ്യും, പക്ഷേ ചിലതൊക്കെ വളരെയധികം ടൈം എടുത്ത് മണിക്കൂറുകളോളം ഇരുന്നിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മളിപ്പോൾ ചെയ്ത് വെച്ച 2 പാറ്റേൺസ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യ, അതായത് HDC. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡബിൾ ക്രോഷ്യൻ്റെ ഒരു യങ്ങർ സിസ്റ്ററായിട്ട് വരും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വെച്ചാൽ ആദ്യം ഞാൻ നമ്മുടെ മാജിക് റിങ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മുടെ ഹുക്കിൽ യാൺ ഓവർ ചെയ്യുന്നു. എന്നിട്ട് മാജിക് റിങ്ങിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ യാൺ ഓവർ ചെയ്തിട്ട് ഇങ്ങനെ പുൾ ത്രൂ ചെയ്യുക. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹുക്കിലായിട്ട് 3 ലൂപ്സ് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ ആ 3 ലൂപ്സിൻ്റെ അകത്ത് കൂടി നമ്മൾ പുറത്തേക്ക് എടുക്കുന്നതിനാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് 2 കൂടെ പുറത്തെടുത്ത് വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 കൂടെ ആയിരുന്നു DCക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹാഫ് DCയിൽ നമ്മൾ ഒറ്റ യാൺ ഓവറിൽ ആ 3 അകത്ത് കൂടെ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അതാണ് DC HDC തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെ നമുക്ക് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ഒരു 6 HDC ചെയ്തിട്ട് നോക്കാം.
അപ്പോൾ ഇതിലും നമ്മുടെ ആ ഒരു റിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഫിനിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു സർക്കിളിൽ ഇങ്ങനെ കിട്ടും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഇതിനെ ഇൻക്രീസും ചെയ്തെടുക്കാൻ പോകണം. അതായത് നമ്മൾ അപ്പോൾ നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അതേ ഹുക്കിൽ ഹോളിൽ നമ്മൾ ഹുക്കിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്താക്കും, നമ്മളൊന്നും കൂടെ ഒരു സ്റ്റിച്ചിലായിട്ട് നമ്മൾ 2 HDC ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ ആ റൗണ്ട് ഫുള്ളും ചെയ്ത് വരുമ്പോൾ ആ റൗണ്ടിൻ്റെ എൻഡിങ്ങിലായിട്ട് 12 സ്റ്റിച്ചസ് നമുക്ക് കിട്ടും. അങ്ങനെയാണ്, അതായത് 6ൻ്റെ ഡബിൾ വരും. അതായത് അങ്ങനെയാണ് വരിക. 6 പിന്നെ 1 നമ്മൾ 2 വെച്ച് ചെയ്യുമ്പോൾ 12. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പാറ്റേണിലൊക്കെ ഇതിലൊക്കെ നമുക്ക് കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിൻ്റെ എൻഡിങ്ങിൽ ആ റൗണ്ടിൻ്റെ എൻഡിങ്ങിൽ എത്ര സ്റ്റിച്ചസ് നിങ്ങൾക്ക് കിട്ടുന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കൗണ്ട് ചെയ്ത് നോക്കണം, അത്രയും സ്റ്റിച്ചസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് എവിടെയോ തെറ്റിപ്പോയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ മാറ്റി ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫൈനൽ റിസൾട്ട് ഭംഗി ഉണ്ടാവില്ല, ഒരു ഷേപ്പോട്ടൊക്കെ ആയിട്ടിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വേറൊരു കൺഫ്യൂഷൻ വരുന്നൊരു കാര്യം, നമ്മൾ യാണ് കട്ട് ചെയ്തിട്ട് അത് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണം. നമ്മൾ യാണ് കട്ട് ചെയ്യുക, നമ്മുടെ ഹുക്ക് അവിടെ തന്നെ ഉണ്ടാവും. ആ ഹുക്കൊന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ടൈറ്റായിട്ട് അവിടെ നിൽക്കുക കേട്ടോ. അത് ഞാൻ കുറേ പ്രാവശ്യം മിസ്റ്റേക്ക് ചെയ്തോണം. എന്നിട്ട് ഞാൻ പ്രോപ്പറായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ അവിടെ ഇട്ട് വെച്ചിട്ട് അത് പിന്നെ അത് അഴിഞ്ഞു പോന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെയ്ത പ്രോഡക്റ്റ് അഴിഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഗ്രാനി സ്ക്വയർ ആണ്. ഇതിൻ്റെ ലോങ് വീഡിയോ നമ്മുടെ ചാനൽ ഈ അടുത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഈ ഗ്രാനി സ്ക്വയർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് ബാഗ്സ്, പൗച്ചസ്, ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ അടുത്ത് തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ സ്ലിപ്പ് നോട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഈസിയാണ്, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷേ എന്നാലും ഞാനിവിടെ കാണിച്ചു തരാണ് ഇതെങ്ങനെ ചെയ്യണം. നമ്മൾ ആദ്യം സർക്കിൾ ചെയ്തെടുക്കുന്നു നമ്മുടെ യാണ്, എന്നിട്ട് അതിനുള്ളിൽ കൂടി അങ്ങനെ ജസ്റ്റ് ഇത് പുൾ ചെയ്തെടുക്കുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ സ്ലിപ്പ് നോട്ട്. ഈ സ്ലിപ്പ് നോട്ടിലാണ് നമ്മൾ നമ്മുടെ ചെയിൻ സ്റ്റിച്ചസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇതാ ഇങ്ങനെ ജസ്റ്റ് യാണ് ഓവർ ചെയ്യുക, ഇങ്ങനെ എടുക്കുക. അതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച്. ഇത് എല്ലാവർക്കും അറിയുന്നൊരു സ്റ്റിച്ചാണ് കേട്ടോ. ഓക്കെ, ഈ സ്ലിപ്പ് നോട്ടിലായിട്ടാണ് നമ്മൾ നമ്മുടെ ചെയിൻ സ്റ്റിച്ചസ് എപ്പോഴും ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് എപ്പോഴും സ്ലിപ്പ് നോട്ട് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ചെയിൻ സ്റ്റിച്ചസ് ചെയ്തെടുക്കുന്നുണ്ട്. ചെയിൻ സ്റ്റിച്ച് എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചാണ്, എല്ലാവർക്കും അറിയുന്നതും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതും ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ക്രോഷ്യയിൽ നിങ്ങൾക്ക് ആ ഒരു സ്പീഡൊക്കെ എയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയിൻ സ്റ്റിച്ച് നിങ്ങളിങ്ങനെ കുറേ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങളുടെ ആ ഒരു സ്പീഡ് ഇങ്ങനെ കൂടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ചിൽ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്, നമുക്ക് ചെയിൻ സ്റ്റിച്ചിൽ എങ്ങനെയൊക്കെ മറ്റുള്ള സ്റ്റിച്ചസ് നമുക്ക് വർക്ക് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹുക്ക് ഇരിക്കുന്നത് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റിച്ചാണ്, അതിൻ്റെ തൊട്ടടുത്തുള്ളത്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഞാൻ നമ്മുടെ SC ചെയ്ത് കൊടുക്കുകയാണ്. അതിന് SC ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് ഞാനത് നമ്മുടെ ആ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മുടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്തിട്ട് എടുത്തിട്ട് വീണ്ടും ഒന്ന് യാൺ ഓവർ ചെയ്ത് 2 ഹോളിൻ്റെ അകത്ത് കൂടി പുറത്തേക്ക് എടുക്കണം. അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ ഞാൻ നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ആ ഹോളിൻ്റെ അകത്തേക്ക് നമ്മൾ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നു. then യാൺ ഓവർ ചെയ്തിട്ട് നമ്മളിതാ 3 ഹോളിൻ്റെ അകത്ത് കൂടിയും പുറത്തേക്ക് എടുക്കുന്നു. അതാണ് നമ്മുടെ ഒരു HDC. പിന്നെ അടുത്തത് DC ചെയ്യാൻ പോണ്. സെയിം യാൺ ഓവർ ചെയ്യുന്നു, നമ്മുടെ ആ ഒരു സ്റ്റിച്ചിനകത്തേക്ക് ഹൂക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ യാണിനെ പുൾ ത്രൂ ചെയ്യുന്നു, അതിന് യാൺ ഓവർ ചെയ്യുന്നു, 2 എണ്ണത്തിൻ്റെ അകത്ത് കൂടെ പുറത്തേക്ക് യാൺ ഓവർ ചെയ്യുന്നു, ബാക്കി 2 എണ്ണത്തിൻ്റെ അകത്ത് കൂടി പുറത്തേക്ക് എടുക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡബിൾ ട്രിബിൾ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹുക്കിലായിട്ട് 2 തവണ ഞാൻ യാൺ ഓവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സ്റ്റിച്ചിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നു, എന്നിട്ട് യാണിനെ പുൾ ത്രൂ ചെയ്യുന്നു ആൻഡ് യാൺ ഓവർ ചെയ്യുന്നു, 2 എണ്ണത്തിനകത്ത് കൂടെ പുറത്തേക്ക് വന്ന് യാൺ ഓവർ ചെയ്യുന്നു, വീണ്ടും 2 സ്റ്റിച്ചിനകത്ത് കൂടെ പുറത്തേക്ക് എടുക്കുന്നു, യാൺ ഓവർ ചെയ്യുന്നു, വീണ്ടും 2 ലൂപ്പിനകത്ത് കൂടെ പുറത്തേക്ക് എടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഡബിൾ ട്രിബിൾ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ നമുക്കിങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റിയ ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് നമ്മൾ ഇപ്പോൾ ചെയ്തോട്ട് വരുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്കായിട്ട് വരും. ഇതന്നെ നിങ്ങൾ നമ്മൾ അതായത് ഡിക്രീസിങ് മെത്തേഡിലേക്ക് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഡബിൾ ട്രിബിൾ ചെയ്തില്ലേ, ഇനി നെക്സ്റ്റ് നമ്മൾ DC ചെയ്യുക, HDC ചെയ്യുക, വീണ്ടും SC ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ലീഫിൻ്റെ ഷേപ്പിലേക്കായിട്ട് ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഇനി ഇവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അടുത്ത് നമ്മൾ നെക്സ്റ്റ് ഹോളിലായിട്ട് നമ്മുടെ DC ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. DC ചെയ്യുന്നു, പിന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ HDC, പിന്നെ അതിൻ്റെ അടുത്ത് SC ചെയ്യുന്നു. അപ്പോൾ അതൊരു ലീഫായിട്ട് വരും, ലീഫിൻ്റെ ഒരു സൈഡായിട്ട് കേട്ടോ. ഈ സെയിം പാറ്റേൺ തന്നെ നെക്സ്റ്റ് സൈഡിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിനി ലീഫൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ലീഫ് നമ്മളിങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിന് വെച്ച് കൊടുക്കുന്ന ലീഫ് ഉണ്ടല്ലോ, ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലീഫിൻ്റെ സ്ട്രക്ചർ ആയിട്ട് വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ യാണി കട്ട് ചെയ്ത് ഇങ്ങനെ ഒഴിവാക്കുമ്പോൾ നമ്മുടെ ആ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലീഫ് ഉണ്ടാക്കി വെക്കാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള, ഞാൻ കുറേ ലീഫുകൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് പഠിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക.
അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ വലിയ വലിയ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ യാണൊക്കെ തീർന്നു പോകുകയാണെങ്കിൽ നെക്സ്റ്റ് യാണിനെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് എങ്ങനെ ജോയിൻറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഗ്രാനി സ്ക്വയറോ അല്ലെങ്കിൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് 2 കളർ അല്ലെങ്കിൽ 3 കളറൊക്കെ ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ അതിൽ ആ കളർ ചേഞ്ച് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചതിലേക്ക് ഏതെങ്കിലും ഒരു ഹോളിലേക്ക് നമ്മൾ ഹുക്കിന് ഇൻസേർട്ട് ചെയ്തിട്ട് ആ കളർ മാറ്റാൻ ആഗ്രഹിക്കുന്ന യാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് എടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഒരു ചെയിൻ 1 ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ കറക്റ്റായിട്ട് നിന്നോളും. എന്നിട്ട് നമുക്കതിങ്ങനെ വർക്ക് ചെയ്ത് പോകാം കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ബാക്കി നമുക്കിങ്ങനെ വർക്ക് ചെയ്ത് പോകാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കളർ ചേഞ്ച് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഇതും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഒരു കളറിൽ തന്നെ നമുക്ക് ചെയ്യാനും പല മൾട്ടി കളറിൽ നമുക്ക് ചെയ്യാനും ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഓരോ സ്റ്റെപ്സും എങ്ങനെയാണെന്ന് ഞാൻ ചെയ്തിട്ടുള്ളത് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ക്രോഷ്യ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ ഓരോ ക്രോഷ്യ പ്രോജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഷോർട്ട്സിലും ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടു നോക്കുക, ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ അതിലേക്ക് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.